അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരു ചെറിയ ഇക്വേഷനാണ് ഡിറൈവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബോഡിയെ കൺസിഡർ ചെയ്തു. ആ ബോഡിയുടെ മാസ് എന്താണ്, മാസിനെ നമ്മൾ എം എന്ന് വിളിച്ചു. അതിൻ്റെ റേഡിയസിനെ നമ്മൾ എന്ത് വിളിച്ചു, ആർ എന്ന് വിളിച്ചു. അപ്പോൾ ആ ബോഡിയും, അതായത് നമ്മൾ കൺസിഡർ ചെയ്ത ബോഡിയും അതുപോലെ എർത്തും തമ്മിൽ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? F = Gmm/r² എന്ന് ഡിഫൈൻ ചെയ്തു. Gmm/r² എന്ന് ഡിഫൈൻ ചെയ്തു. പിന്നെ നമുക്കറിയാം ബൈ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച് എന്താ പറയുന്നത്? സെക്കൻഡ് ലോയിൽ നമുക്ക് എക്സ്പീരിയൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് മാസിൻ്റെയും ആക്സിലറേഷൻ്റെയും പ്രൊഡക്റ്റിനോട് ഈക്വലാണ്. അതായത് ഇവിടെ എക്ക് പകരം എന്ത് വരും? F = mg എന്ന് വരും. mg. എ എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. അതുകൊണ്ട് എക്ക് പകരം ജി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ F = mg എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? നമ്മൾ ഈ രണ്ട് ഇക്വേഷനെയും തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. അതായത് രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? mg = Gmm/r² എന്ന് കിട്ടും. ഇനി നമുക്ക് നോക്കുമ്പോൾ അറിയാം രണ്ട് സൈഡിലും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? രണ്ട് സൈഡിലും കോമൺ ആയിട്ട് ഒരു m കാണുന്നുണ്ട്. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്ത് കിട്ടും? ഫൈനൽ ഇക്വേഷൻ G = Gm/r² എന്ന് കിട്ടും. Gm/r² എന്ന് കിട്ടും. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം ജിയുടെ വാല്യൂ എന്താണ്? 9.8 m/s² ആണെന്ത് ജിയുടെ വാല്യൂ. G = 9.8 m/s² ആണ് ജിയുടെ വാല്യൂ. പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസിനെ ഏത് ബോഡിയുടെ മാസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ഓഫ് ബോഡി. അതിപ്പോൾ ഏത് ബോഡി കൺസിഡർ ചെയ്താലും, വലിയ ബോഡി ആയാലും ചെറിയ ബോഡി ആയാലും അതിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതിപ്പോൾ വലിയൊരു ആനയായാലും ചെറിയൊരു പൂച്ചയായാലും എല്ലായിടത്തും ജിയുടെ വാല്യൂ എന്താണ്? 9.8 m/s² ആണ്.